എന്തോ സംഭവിച്ചു പോയതാട്ടോ. ഒരു സെക്കൻഡ്. ഓക്കെ, അതെന്തോ ഓഫ് ആയി പോയി, നമ്മുടെ ലാപ്പ് ഒന്ന് ഓഫ് ആയി പോയി. Okay, so like that way, simply they are wasting. അപ്പൊ അതുപോലെ തന്നെ വാഷിംഗ് ദ ക്ലോത്ത്, ഒരു ടവൽ അല്ലെങ്കിൽ ഒരു തോർത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് റിൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് they are using, some people are using one bucket full of water. Actually, is it necessary that much water to wash a cloth? If there are many clothes, it's okay, so much water is necessary, but only one or two. How much water we need? A little bit of enough, isn't it? Instead of that, they will just open and leave the tap and the bucket will be full, and just they will wash that one cloth with that one bucket full of water. Is it necessary for that and all? Is it necessary that much water to wash one towel and all? ആവശ്യമുണ്ട് അത്ര വെള്ളം? ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ പലപ്പോഴും ഒരുപാട് വെള്ളം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വി ഹാവ് ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് സച്ച് വാട്ടർ, ദാറ്റ് മച്ച് ഓഫ് വാട്ടർ. അത്രയും വെള്ളം നമ്മൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം എടുക്കുക, മനസ്സിലായോ? ഓക്കെ, സോ വാട്ട് എവർ ദ നീഡ്സ് ആർ ദർ, വി ഹാവ് ടു യൂസ് ദ വാട്ടർ. ഹൗ മച്ച്? ഓൺലി ദറ്റ് മച്ച് വാട്ടർ വി നീഡ്. എത്രത്തോളം വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അത്രത്തോളം വെള്ളം മതി. നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ബ്രഷ് ഒന്ന് നനയ്ക്കാൻ വേണ്ടി ടാപ്പ് ഓപ്പൺ ചെയ്താൽ പിന്നെ അടയ്ക്കുന്നത് എപ്പോഴാണ്? എല്ലാം കഴിഞ്ഞതിന് ശേഷം. ബ്രഷിങ് ആ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഫ്രണ്ട്സ് വന്നു, then we will forget all about the water, then we will go and talk to the friends, and sometimes we may play also. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ടാങ്ക് വെള്ളമായിരിക്കും ചുമ്മാ വേസ്റ്റ് ആയി പോകുന്നത്. സോ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, റീസൈക്കിൾ ദ വാട്ടർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റീസൈക്കിൾ? റീസൈക്ലിംഗ് ദ വാട്ടർ മീൻസ് വാട്ട്? റീസൈക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീണ്ടും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും അർത്ഥം? എങ്ങനെ നമ്മൾ വെള്ളം വീണ്ടും ഉപയോഗിക്കുന്നത്? എന്തായാലും ആരും ഒരു റിപ്ലൈയും പറയാത്ത? ഹരിതൻ തന്നോൾ, ക്യാൻഡ് ഹിയർ, ജോയൽ, ആരോമൽ, ഹെവൻ വർഗീസ്, ജുവാന, ശ്രീ വിഷ്ണു, ജസ്റ്റർ, സാദ്ര, ക്യാൻഡ് ഹിയർ വാട്ട് ഐ സേ? Why are you not responding then? പിന്നെന്താ മറുപടി ഒന്നും പറയാത്തെ? എങ്ങനെയാണ് വെള്ളം റീസൈക്കിൾ ചെയ്യുക, അത് വീണ്ടും ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചത്. എങ്ങനെ ചെയ്യാൻ പറ്റും? പറഞ്ഞോ. മഴ പിന്നെയും വരും, വെള്ളം നീരാവിയായിട്ട് വേഗത്തിൽ പോയിട്ട് അതല്ല, നമ്മളുടെ വീട്ടിലുള്ള വെള്ളം നമുക്ക് എങ്ങനെ വീണ്ടും ഉപയോഗിക്കാം, വേസ്റ്റ് ചെയ്യാതെ എങ്ങനെ വീണ്ടും ഉപയോഗിക്കാന്നാണ് ചോദിച്ചത്. മഴ പെയ്യുന്ന വെള്ളം ഒക്കെ അത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള വെള്ളം സ്റ്റോറേജ് ചെയ്തിട്ടാണോ? ഉപയോഗിക്കുന്ന വെള്ളമില്ലേ, ഉപയോഗിക്കുന്ന വെള്ളം വീണ്ടും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചേ. ശുദ്ധീകരിച്ചിട്ടോ? ഓക്കെ, ശുദ്ധീകരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പ്യൂരിഫയർ യൂസ് ചെയ്തിട്ടല്ലേ? എന്തോ പ്യൂരിഫയർ യൂസ് ചെയ്തിട്ടല്ലേ ഉപയോഗിക്കാൻ പറ്റും. We can use it for drinking purposes and all. Okay, then റീസൈക്ലിംഗ് എന്ന് കൊണ്ടത് ആ ഒരു രീതിയിലേക്കല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേറെ ഇപ്പൊ സപ്പോസ് ഞാൻ പറയാം, the water that we use to wash the vegetables. വെജിറ്റബിൾസ് വാങ്ങിച്ചുകൊണ്ട് വന്നു, നമ്മൾ അത് കഴുകിയിട്ടൊക്കെ ഉപയോഗിക്കുള്ളൂ. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് we will use it after washing. So the water that we used for that purpose can be used to irrigate our plants, isn't it? ആ വെള്ളം നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഒഴിക്കാം, ചെടികൾക്കൊക്കെ ഒഴിക്കാം, നമ്മുടെ വീട്ടിലുള്ള മരത്തിന്റെ ചോട്ടിലൊക്കെ കൊണ്ടൊഴിക്കാം, തെങ്ങിന്റെയും കമുകിന്റെയും ഒക്കെ ചോട്ടിൽ ഒഴിക്കാൻ പറ്റും അല്ലേ? Okay, like that way that water is recycled and used. Then after brushing we will wash our face and all. We can go to a plant, rose plant or any other flower plant which we have in front of our house or in near our house. We can go and wash our face near that. So our wash also will be face, our face also will be washed, and then the plant also will get water, isn't it?
അപ്പൊ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പച്ചക്കറികൾ കഴുകിയ ശേഷം ആ വെള്ളം നമുക്ക് ചെടികൾക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ തെങ്ങിന്റെ ചോട്ടിലോ കമ്പിന്റെ ചോട്ടിലൊക്കെ ഒഴിച്ച് അപ്പൊ പച്ചക്കറിയും കഴുകി ആ വെള്ളം വെറുതെ വേസ്റ്റ് ആയിട്ട് കളയാതെ നമുക്ക് തെങ്ങിനും കമ്പിനും ഒക്കെ ഒഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുറ്റത്തുള്ള പച്ചക്കറികൾക്കൊക്കെ ഒഴിക്കാം അല്ലെ. ഓക്കെ, ഇനി നമുക്ക് പല്ല് തേച്ച് മുഖം കഴുകുന്ന വെള്ളം അത് നമുക്ക് വേണമെങ്കിൽ മുറ്റത്തുള്ള ചെടിയുടെ ചോട്ടിൽ എന്തെല്ലാം ചെടികളുണ്ട് നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഉണ്ട് അല്ലെ, അതിന്റെ ചോട്ടിൽ പോയി മുഖം കഴുകി കഴിഞ്ഞാൽ മുഖവും കഴുകി ചെടിക്ക് വെള്ളവുമായി. തുണി അലക്കുന്ന വെള്ളം ഫസ്റ്റ് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ ഒരിക്കലും ചെടികളുടെ ചോട്ടിൽ ഒഴിക്കാൻ പാടില്ല. ബിക്കോസ് കെമിക്കൽ ഇസ് ദർ, സോപ്പ് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. സോ അത് നമ്മൾ ആ പച്ചക്കറിയുടെ അല്ലെങ്കിൽ തെങ്ങിന്റെ കമ്പിന്റെ ചോട്ടിലൊഴിക്കാൻ പാടില്ല, വാഴയുടെ ഒന്നും ചോട്ടിലൊഴിക്കില്ല. അതിനുശേഷം നമ്മൾ റിൻസ് ചെയ്യുന്ന രണ്ടാമത് ഊരിപ്പിഴിയൊക്കെ ചെയ്യുന്ന വെള്ളം ഒന്നും കുഴപ്പമില്ല. ആ വെള്ളം നമുക്ക് വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന തെങ്ങിന്റെ ഒക്കെ ചോട്ടിലൊഴിക്കാം. അലക്കിയിട്ട് ഫസ്റ്റ് ഊരിപ്പിഴി അലക്കുന്ന വെള്ളവും ഫസ്റ്റ് ഊരിപ്പിഴിയുന്ന വെള്ളം എടുക്കരുത്. സെക്കൻഡ് ടൈം നമ്മൾ റിൻസ് ചെയ്യുന്ന ഊരിപ്പിഴിയുന്ന വെള്ളം ഒക്കെ കുഴപ്പമില്ലാത്തതാണ് അല്ലെ. പിന്നെ നമ്മുടെ വീട് തിണ്ണാമ്പരിയൊക്കെ നമ്മൾ തുടയ്ക്കും, വീടൊക്കെ തുടച്ച് വൃത്തിയാക്കാറില്ലേ? ആ വെള്ളം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഈ പറയുന്ന നമ്മുടെ തെങ്ങിന്റെയും വാഴയുടെ ഒക്കെ ചോട്ടിൽ ഒഴിക്കാൻ പറ്റും അല്ലെ. സോ ലൈക്ക് ദിസ് വേ വി ക്യാൻ റീയൂസ് ദ വാട്ടർ. മനസ്സിലായോ? ദിസ് ഈസ് ദ വേ ഓഫ് റീയൂസിങ്. ചുമ്മാ നമ്മൾ കളയുന്നതിലും ഭേദം ആ വെള്ളം നമുക്ക് പ്ലാന്റ്സിന് ഒഴിക്കാൻ പറ്റും. ഓക്കെ, avoid wastage of water and recycle wherever possible. Next, plant trees and other vegetations. We have to plant more trees. So what will happen? So this will increase the absorption of water by the soil and increase the water table. So if there are more trees and plants on the soil, when rainwater falls or any other water falls on the soil, these trees or plants will absorb the water. Soil will absorb. എന്ന് പറഞ്ഞാൽ മരങ്ങളും അതുപോലെ തന്നെ പ്ലാന്റ്സ് എല്ലാം നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒത്തിരി വെള്ളം ഈ പ്ലാന്റ്സുകൾ ഒബ്സർവ് ചെയ്യും, അതിന്റെ റൂട്ട്സ് ഒക്കെ ഒബ്സർവ് ചെയ്യും മണ്ണിലേക്ക് വീഴുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? ദ ലെവൽ ഓഫ് വാട്ടർ ഓൺ ദി ഗ്രൗണ്ട്, സിനിറ്റ്. ഓക്കെ, സോ ദാറ്റ് വാട്ടർ ടേബിൾ വിൽ ഇൻക്രീസ്. കാരണം പ്ലാന്റ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യുമ്പോഴൊക്കെ സോയിലും മണ്ണിലും വെള്ളം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ദ വാട്ടർ ടേബിൾ വിൽ റേസ് ഓർ ഇൻക്രീസ്. അണ്ടർസ്റ്റാൻഡ്? സോ വി ഹാവ് ടു പ്ലാന്റ് മോർ ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ട്രാൻസ്പിറേഷൻ സംഭവിക്കും. സോ നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്താകും? കൂളായിരിക്കും. നെക്സ്റ്റ്, reduce water pollution by treating sewage and factory waste before disposing them. So next we studied about water pollution. What is water pollution? Making dirty the water. Water pollution means making dirty the water. So we have to reduce water pollution by treating the sewage. Sewage എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതിന്റെ മുന്നിലത്തെ ക്ലാസ് പറഞ്ഞല്ലോ. sewage എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ്, അതായത് വേസ്റ്റ് വെള്ളമൊക്കെ പോകുന്നത്. നമുക്കറിയാം we are living in villages. സോ നമുക്ക് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് വെള്ളമൊക്കെ കളയാനല്ല ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾക്കുണ്ട്. ഞാൻ പറഞ്ഞ നമ്മുടെ ടോയ്ലറ്റിലെ വെള്ളം, അതുപോലെ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ വെള്ളം, നമ്മുടെ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ ആ വേസ്റ്റ് വെള്ളം എന്ന് പറയുന്നത് നമുക്കൊരു സേഫ്റ്റി ടാങ്ക് ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. സോ അതിലേക്ക് അങ്ങ് പോയിക്കോളും. പക്ഷെ ടൗണിലായി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ ഓരോ ടോയ്ലറ്റിനും സേഫ്റ്റി ടാങ്കും അല്ലെങ്കിൽ അവരുടെ ഡ്രെയിനേജ് വാട്ടർ എല്ലാം കൂടെ ഇങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊന്നും ടൗൺ ഏരിയയിലില്ല. കാരണം തിക്ലി പോപ്പുലേറ്റഡ് റീജിയൻ ആണ്, അതുകൊണ്ട് അത് പോസിബിൾ അല്ല. സോ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു ഡ്രെയിനേജിലേക്ക് പോവുകയാണ്. ആ വെള്ളമൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞത്? മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി disposed in rivers and all. And this river water is used for drinking purposes in towns, because they do not have wells of their own or borewells of their own for each family. They have to depend upon the public water, and it is not possible to get sufficient water for those people. So water from the rivers are taken and purified, and then it is used by the people of the towns in big cities and all. So ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടൗണില്, വലിയ ടൗണുകളില് അവരുടെ സേഫ്റ്റി ടാങ്കിൽ അവരുടെ ടോയ്ലറ്റ്സിലെയും അല്ലെങ്കിൽ അവർ കുളിക്കുന്ന വെള്ളവും അങ്ങനത്തെ വരുന്ന എല്ലാ വേസ്റ്റുകളും കളയാനുള്ള സംവിധാനങ്ങളില്ല. സെപ്പറേറ്റ് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ടോയ്ലറ്റ് 2-3 ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ
അതിന് സേഫ്റ്റി ടാങ്കോ വേസ്റ്റ് എല്ലാം നമ്മുടെ വീട്ടിൽ നമ്മുടെ പറമ്പിൽ തന്നെ അത് ഇതായി കഴിഞ്ഞു, പുറത്തോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ ടൗണിൽ അത് നടക്കില്ല, കാരണം ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതാണ്. എല്ലാവർക്കും ഇതുപോലെ സേഫ്റ്റി ടാങ്ക് ആക്കുക പോസിബിൾ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതെല്ലാം കോമൺ ആയിട്ട് വലിയൊരു ടാങ്കിലേക്ക് എങ്ങാനും പോയി ആ ടാങ്ക് എങ്ങോട്ടാണ് വിട്ടിരിക്കുന്നത്, ഈ റിവേഴ്സിലേക്കൊക്കെയാണ് വിട്ടിരിക്കുന്നത്. അപ്പൊ റിവേഴ്സിലെ വെള്ളം ഇങ്ങനെ തന്നെ അഴുക്ക് വെള്ളമായിരിക്കും, ഡേർട്ടി വാട്ടർ ആകും. ഇതെല്ലാം മാലിന്യങ്ങൾ ഫ്രം വേസ്റ്റ് ഫ്രം ദ ഫാക്ടറീസ് ഓൾസോ, ബിഗ് ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, ഇതെല്ലാം വരുന്നത് ഈ പുഴയിലെ വെള്ളത്തിലേക്ക് വരും. കാരണം ടൗണിൽ അതിനുള്ള ബാക്കി ഫെസിലിറ്റീസ് ഇല്ല നമ്മുടെ വില്ലേജുകളിലെ പോലെ. വീടുകളൊക്കെ ഒരുപാട് വീടുകളാണ്, അടുത്തടുത്ത് ഒത്തിരി ആൾക്കാർ താമസിക്കുന്നതാണ്. അപ്പൊ അതെല്ലാം പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ റിവർ വാട്ടർ എന്താണ് സംഭവിക്കുന്നത്, പൊല്യൂട്ടഡ് ആയിരിക്കും. പക്ഷെ ഈ പൊല്യൂട്ടഡ് റിവർ വാട്ടർ തന്നെ പ്യൂരിഫൈ ചെയ്ത് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്തിട്ടാണ് it is supplied to the people of towns. Okay, so what we have to do, we have to reduce the pollution by the sewage and industries by disposing them there. റിവേഴ്സിലേക്കൊക്കെ ഡിസ്പോസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളാക്കി നമ്മളത് സെറ്റ് ആക്കണം, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ അഴുക്ക് വെള്ളം വൈകിട്ട് മാറും. ഇപ്പം എല്ലാവർക്കും ഈ പ്യൂരിഫൈഡ് വെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, they have to depend upon the river water. പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഈ റിവർ വാട്ടറിൽ വെള്ളം എടുക്കേണ്ടി വരും. അപ്പോൾ അത് അവർക്ക് അസുഖങ്ങൾ വരും അല്ലെ. ഓക്കെ, control flooding and store water for use when rain fails by building dams. So another conservation of water is another method of conservation of water is by constructing dam. We can store water. What is dams? Dam എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ മഴക്കാലത്തെല്ലാം കേട്ടായിരുന്നു മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ പോകുന്നു ഒക്കെ. എന്താണ് ഈ ഡാം എന്ന് പറഞ്ഞ സംഭവം? അണക്കെട്ട്. എന്തിനാണ് ഉണ്ടാക്കുന്നേ? ഇലക്ട്രിസിറ്റി. കൺസേർവ് വാട്ടർ. നിങ്ങൾ ഡാമിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഹൗ മെനി ഓഫ് യു ഹാവ് സീൻ ഡാംസ്? ഓക്കെ, മെനി ഹാവ് സീൻ. ഓക്കെ. ഹൗ ഈസ് ഇറ്റ്? Very big one, isn't it? Wait, let me try to share a video. Okay, പറ്റുമോനെ? One second. Can you see this? It's a picture of a dam. ഒരു ഡാമിന്റെ പിക്ചർ ആണിത്. ഇതിങ്ങനെ വലിയ കെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞേ. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റിസർവിയർ എന്ന് പറയും. വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? For what purpose are they storing this water? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഓക്കെ, കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു. Then what else? Only for electricity? Only for to save water. No, to save water. And this water is used for different purposes, for irrigation and for drinking purposes and to generate electricity and all. ഇതിൽ നിന്നും വെള്ളം തുറന്നു വിട്ടിട്ടാണ് സമ്മർ സീസൺ ആകുമ്പോൾ വെള്ളം കിട്ടാതെ വരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം വിടുന്നത്. മഴക്കാലത്ത് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം എല്ലാം സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെക്കും. വലിയ കെട്ടിട, വലിയ എന്താ പറയണ്ടേ, കോട്ട പോലെ ഇതിന്റെ ഉള്ളിലാണ് ഈ വെള്ളം. എന്നിട്ട് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അതിന്റെ മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സമ്മർ സീസൺ സ്റ്റാർട്ട്സ് ഓർ ദിസ് വാട്ടർ വിൽ ബി, മീൻസ് ഇതിന്റെ ഷട്ടർ എന്നാ പറയുന്നത്, ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന സാധനം. കഴിഞ്ഞ വർഷം നിങ്ങൾ കേട്ട മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ തുറന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നല്ലോ അല്ലെ, ഫ്ലഡ് വരുന്ന സമയത്ത് ഓരോ ഡാമിന്റെയും. ഓക്കെ, അപ്പം ഷട്ടേഴ്സ് ഓഫ് ഓൾ ഡാംസ് ഇൻ കേരള ഓപ്പൺ. ഓക്കെ, അത് ന്യൂസ് ആണ്. ഓക്കെ, ഇതിങ്ങനെ തുറന്നു കഴിയും, വെള്ളം വരും, വെള്ളം തുറന്നു വിടും. ഇല്ലെങ്കിൽ പിന്നെ വേനൽക്കാലാകുമ്പോൾ ഇങ്ങനെ തുറന്നു വിട്ടിട്ട് ഓരോ ഭാഗത്തേക്ക് വെള്ളം വിടും. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് കൃഷിക്കും വീട്ടാവശ്യങ്ങൾക്കും എല്ലാം വെള്ളം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇനി വേറൊരു കാര്യം കൂടെ,
Grammarly can help you write quickly and confidently, so you never have to slow down at work. Instant corrections make your Dams serve a wide variety of purposes from hydropower to flood control to storage of water for municipal and industrial uses. But when a dam's useful purpose fades away, the structure itself still remains. Dams come in all shapes and sizes, but contrary to what you might think, the most dangerous dams are often the smallest. Hey, I'm Grady, and this is Practical Engineering. On today's episode, we're talking about the dangers of low-head dams. The purpose of low-head dams is to raise the water level upstream on a river. This can assist with navigation of the channel by boats, create a drop for generating hydropower, and make water available at intakes for water supply and irrigation. Thousands of these structures have been constructed over the years to take speed and become supercritical. When this supercritical flow transitions back to subcritical flow in the it's dangerous enough on its own, but there are other potential for hypothermia and further disorientation. The turbulence of the hydraulic jump entrains a lot of air, reducing the buoyancy of a swimmer. And low-head dams often span the entire width of a river, meaning there's no still water nearby that can be used as a safe haven. This is exactly why the low-head dam is called the perfect drowning machine. All these factors added together create a situation that's almost impossible to survive. Okay. മനസ്സിലായില്ലേ ഡാം ജസ്റ്റ് നിങ്ങളെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, next, control flooding and store water for use when rain fails by building dams. So we have to build dams and we can store water there. So during summer season or when we get a very less rain or when we do not get rain at all, we can use this water. But some problems also are there. Dams are very useful for us. Of course, it is sometimes it is dangerous also because each dam has a capacity to conserve water in that. But more than that, over that, or if we store the water there or more than the capacity power, or due to the what is that? Due to sometimes when it rains fastly for during some times and all, during some season, it will be very dangerous. It may outbreak or it may break, possibility for that to break. എന്ന് പറഞ്ഞാല് ഇപ്പം ഡാമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിന് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് പൊട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ വർഷമോ അതിന് മുന്നിലത്തെ വർഷമൊക്കെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നൊക്കെ പറഞ്ഞുണ്ട് അല്ലെ. അതായത് അതിന്റെ ലെവൽ ഇത്ര അടി ലെവല് വെള്ളം ശേഖരിക്കാം, അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പക്ഷേ ഡാമെങ്ങാനും പൊട്ടിയാലത്തെ അവസ്ഥ എന്താണ്? ലാസ്റ്റ് ഇയർ we heard that 5 districts of Kerala may wash away if the dam is damaged. മുല്ലപ്പെരിയാർ ഡാം ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 5 ജില്ലകൾ ഒഴുകി പോകുന്നു. മീൻസ് അത്രയും പവർഫുൾ വെള്ളം ഒഴുകി വരും. കാരണം അത്രയും വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഫോഴ്സിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല, വാഷവേ എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കേട്ടായിരുന്നു വെള്ളം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പാടില്ല, വെള്ളം തുറന്നു വിടണം എന്ന് പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരുന്നു. ബട്ട് ആ തമിഴ്നാട്ടിലാണ് ആ സംഭവം ഉള്ളത്. അവര് സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ വന്നായിരുന്നു, പ്രോബ്ലംസ് വന്നായിരുന്നു അല്ലെ. Okay, however, big dams have their own problems. They destroy wildlife and displace people from their homes. So first problem of dam is it destroy the wildlife. എങ്ങനെയാണ് വൈൽഡ് ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിക്കുന്നത്? കാരണം വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആനയ്ക്കും പുലിക്കും കടുപ്പിക്കും ഒക്കെ നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഓക്കെ, അങ്ങനെ വൈൽഡ് ലൈഫ് അതായത് ആനിമൽസിന് വെള്ളത്തിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. പിന്നെ
അവിടെ താമസിച്ചുകൊണ്ടിരുന്ന മനുഷ്യർക്കൊക്കെ മാറി താമസിക്കേണ്ടതായിട്ടും വരും. കാരണം ഈ അതിന് ചുറ്റുവട്ടത്തെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുമോ? ഇല്ല, വെള്ളത്തിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ഡാമൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? പിന്നെ അവിടെ നിൽക്കുവോ? നമ്മുടെ ഇവിടെ ഒരു ഡാം ഉണ്ട്. ആ ഡാം ഇറ്റ് ഈസ് എൻ ഡേഞ്ചർ സിറ്റുവേഷൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വേഗം ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാനേ നോക്കുള്ളൂ, അല്ലെ? ഇനി നമ്മുടെ വീടൊക്കെ പോയാലും വേണ്ടിയാലും നമ്മൾ എങ്ങനെയും രക്ഷപ്പെട്ട് പോകാൻ നോക്കും. ബിക്കോസ് വി ആർ അഫ്രൈഡ് അബൌട്ട് അവർ ലൈഫ്. വീടിനേക്കാൾ കാര്യം നമ്മൾ നമ്മുടെ ജീവനെയാണ് രക്ഷിക്കാൻ നോക്കുന്നത്, അല്ലെ? അപ്പൊ ഇതുപോലെ ഈ ഡാമുകളൊക്കെ പണിത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾതാമസം കുറയും. കാരണം അവിടെ എപ്പോഴും വേണേലും എന്തും സംഭവിക്കാന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യന്. അപ്പം അവിടെ വൈൽഡ് ലൈഫ് കുറവായിരിക്കും. പിന്നെ പക്ഷെ ഫോറസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് വൈൽഡ് ലൈഫ് ഉണ്ടാകും കേട്ടോ. ഇപ്പൊ പെരിയാർ അണക്കെട്ടിന്റെ അടുത്ത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. തേക്കടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. കാടിന്റെ ഉള്ളിൽ ഒത്തിരി ഉണ്ടാക്കും. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മറ്റു വൈൽഡ് ലൈഫ് ഈ ജീവിച്ചോണ്ടിരുന്നതെങ്കിലൊക്കെ അവിടുന്ന് മാറേണ്ടതായിട്ട് വരും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഈ വൈൽഡ് അനിമൽസ് മേ കം ടു ദ ലാൻഡ്. നമ്മൾ മനുഷ്യരൊക്കെ താമസിക്കുന്ന സ്ഥലത്തോട്ട് വരും. അവരുടെ കാട്ടിലൊക്കെ വെള്ളം കയറിയല്ല നമ്മൾ ഡാമൊക്കെ കെട്ടിക്കഴിയുമ്പോൾ പിന്നെ അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ? അപ്പൊ അവരെന്ത് ചെയ്യും? നേരെ നമ്മുടെ വീട്ടിലേക്ക് വരും. അതാണ് നമ്മളിപ്പോ കാണുന്ന നമ്മുടെ ഇവിടെയൊക്കെ കാട്ടുപന്നികളും ആനയും ഒക്കെ ഇറങ്ങി വരുന്നത് നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കുന്നത് കേൾക്കുന്നില്ല? എന്നും വാർത്ത കേൾക്കാറില്ല നിങ്ങള്? ഓക്കെ, കാരണം നമ്മൾ അവരുടെ വാസസ്ഥലം നശിപ്പിക്കുകയാണ്. ബിക്കോസ് വി ആർ ഡിസ്ട്രോയിങ് ദെയർ പ്ലേസ്. അപ്പൊ ഒന്നെങ്കിൽ നമ്മുടെ കാട് വെട്ടിത്തെളിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഡാമും ഒക്കെ ഉണ്ടാക്കി അവർക്ക് താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ഇല്ലാണ്ടാക്കും. അപ്പൊ അവർ നേരെ ഇങ്ങോട്ട് വരും. ഓക്കെ, they destroy wildlife and displace people from their homes. Also, accumulation of silt in the storage reservoir reduces their effectiveness with the time. Okay, another thing, ഈ വെള്ളം ഒഴുകി പോകാതെ ഇങ്ങനെ അവിടെ കെട്ടിക്കിടക്കുമ്പോഴത്തേക്കും സ്റ്റിൽറ്റ്, അതായത് വെള്ളം ഇങ്ങനെ മണ്ണ് അടിഞ്ഞു കൂടും. മഴയത്ത് ഒഴുകി വരുന്ന അതങ്ങനെ അവിടെ അടിഞ്ഞു കൂടി എന്ത് സംഭവിക്കും? ചെളി നിറയും, അല്ലെ? ഈ ഡാമിലൊക്കെ ഇങ്ങനെ ചെളി നിറയും. അപ്പം അവിടുത്തെ അതിന്റെ ഇഫക്റ്റീവ്നെസ് ആകുമ്പോ അതെല്ലാം നഷ്ടപ്പെടും. പിന്നെ ആ ചെളിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേനും അത് വലിയ പോഷക ഗുണമൊന്നും ഇല്ലാതെ ആയിത്തീരും. Next, by rainwater harvesting, which consists of storing rainwater for later use. So next one is by rainwater harvesting. That is മഴവെള്ള സംഭരണി പോലെയുള്ള നമ്മൾ മഴവെള്ളം ശേഖരിക്കുന്ന സംവിധാനങ്ങള്. നമുക്കറിയാം, നമ്മുടെയൊക്കെ പലരുടെയും വീടുകളിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ള സംഭരണി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഹാർവെസ്റ്റിംഗ് വാട്ടർ, റെയിൻ വാട്ടർ ഫ്രം റൂഫ്സ്. നമുക്ക് നിലത്തൂട് ഒഴുകി പോകുന്ന വെള്ളം നമുക്ക് അങ്ങനെ ശേഖരിക്കാൻ നല്ലതല്ല. എന്നുവെച്ചാൽ കുടിക്കാനും മറ്റേ ഹൗസ് ഹോൾഡ് നീഡ്സിന് വേണ്ടിയിട്ട് അത് നല്ലതല്ല. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വീടിന്റെ മേൽക്കൂരയിലേക്ക് വീഴുന്ന വെള്ളം നമ്മൾ ഒരു പൈപ്പിലൂടെ കളക്ട് ചെയ്തിട്ട് ഒരു വലിയ ടാങ്ക് ഉണ്ടാക്കി ആ ടാങ്കിലേക്ക് ശേഖരിക്കുന്നതാണ്. ഞാൻ നോക്കട്ടെ വീഡിയോ വല്ലതും ഷെയർ ചെയ്യാൻ പറ്റുമെന്നേ. ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നില്ല ഇതിനകത്ത്. Rainwater harvesting. Life on Earth is dependent on 5 basic elements. Who is that drawing? Earth, water, fire, air and sky. Among the 5 basic elements, water is an important natural source and is the very basis of our life.
No creature can survive without it. We use water for drinking, irrigation, industry, transport, and for the production of hydroelectricity. Water is a renewable source. ഇത് ഒരു മഴവെള്ള സമ്പത്തിയുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നോക്കിയത്. The BWSSB has issued notices to 5,000 houses in Bangalore for not installing rainwater harvesting units. Is this a case of too little and a little late? The government made rainwater harvesting mandatory in 2009. ഓക്കെ, ഇത് നോക്കിയേ, ഈ വീടിന്റെ മേളിൽ നിന്ന് മേൽക്കൂരയിൽ വീഴുന്ന വെള്ളം ഇതിലെ ഈ പൈപ്പിലൂടെ ശേഖരിച്ച്, വീഡിയോ ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല, ശേഖരിച്ച് ഫിൽറ്റർ ചെയ്ത് താഴെ ഒരു വാട്ടർ ടാങ്ക്. But this is a rule that has never been taken seriously by anyone. Initial cost of adopting a rain may not have space we have to construct. Even though other things may be not that costly, they may not have space to. Rainwater harvesting has not become popular in the city. Many people think it is expensive and complicated. There are also questions on the quality of water and the space required to harvest the rain. But experts say all these issues are easily addressed. ഇതത്ര സേഫ് ആയിരിക്കില്ല, കാരണം ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതില് നെക്സ്റ്റ് നമ്മുടെ മോസ്കിറ്റോസ് ഒക്കെ ബ്രീഡ് ചെയ്യാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് ക്ലോസ് ചെയ്യണം. നന്നായിട്ട് ക്ലോസ് ചെയ്ത അടിയുടെ വെള്ളം നമുക്ക് എടുക്കാനുള്ള ഒരു വേ ഒക്കെ നമ്മള് സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ ഇത് ബാംഗ്ലൂർ ആക്കിയേക്കുന്നതാണ്. അവിടെ ഈ പറഞ്ഞ പോലെ സംഭരണിയാക്കുക എന്ന് പറഞ്ഞ എല്ലാ വീടുകളിലും അതിനുള്ള സൗകര്യം. കാരണം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ബിൽഡിങ്സ് ഇങ്ങനെ വെരി 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 ക്ലോസ്ഡ് ആയിട്ട് ബിൽഡിങ്സ് ആണ്. തിക്ലി പോപ്പുലേറ്റഡ് റീജിയൻ ആണ്, ഹൈലി പോപ്പുലേറ്റഡ് റീജിയൻ ആണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ടാങ്ക് ഉണ്ടാക്കും. അതും തന്നെ ഇവിടെ ഈ പൈപ്പ് ഇറങ്ങാൻ മാത്രമേ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകുള്ളൂ. മേളിൽ നിന്ന് ശേഖരിക്കുന്ന ദീസ് വാട്ടർ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് വരുന്ന വെള്ളം ഇതിനകത്തേക്ക് വിടാനുള്ള ഒരു ഗ്യാപ്പ് മാത്രം ഉണ്ട്. ബാക്കി കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും. താഴെ ഏറ്റവും അടിയിൽ ഒരു പൈപ്പ് ഉണ്ടായിരിക്കും, നമുക്ക് ആ പൈപ്പിൽ കൂടെ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല, മേളിൽ കുറെ സമയത്ത് നേരെ വെള്ളം അങ്ങോട്ട് കടത്തി വിടില്ല. ഇറ്റ് ഹാസ് മെനി വേസ് ഓഫ് ഡിഫറെന്റ് വേസ് ഓഫ് filtering that. After filtering only water will go into the tank. Okay. In this they have closed. It's simple. Rainwater harvesting is very easy to do and anybody can get it done in half a day. Okay. I hope you might have understood. മനസ്സിലായി വിചാരിക്കുന്നു അല്ലെ, നമ്മുടെ ഇവിടെ കണ്ടിട്ടുള്ളതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇങ്ങനെ നമുക്ക് ടാങ്കിലേക്ക് ശേഖരിച്ചു വെക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കും, ക്ലീൻ വാട്ടർ ആയിരിക്കും. ഇഫ് യു വാണ്ട് വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഡ്രിങ്കിങ് പർപ്പസ് ഓൾസോ. കുടിക്കാൻ പോലും ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റും, ഫിൽറ്റർ ചെയ്ത് വെച്ച് ശേഖരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം. പിന്നെ there is no other possibility for the insects to go inside and all. അതിനകത്തോട്ട് ഒരു പോസിബിലിറ്റി ഇല്ല ഇൻസെക്ട്സുകളും അല്ലെങ്കിൽ ജോംസ് ഒക്കെ വരാനോ. നല്ല ക്ലീൻ വാട്ടർ ആയിരിക്കും, പ്യുവർ വാട്ടർ ആയിരിക്കും. അനദർ വൺ മെത്തേഡ് ഈസ് സ്റ്റോറിങ് റീചാർജിങ് പിറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും, മഴക്കുഴി എന്നൊക്കെ കേട്ടിട്ടുണ്ടാക്കും. മഴക്കാലത്ത് നമ്മുടെ പറമ്പിലൊക്കെ ഒരു കുഴി പോലെ ഉണ്ടാക്കും, കുറെ കുഴികൾ ഉണ്ടാക്കും. ആ കുഴികളിലേക്ക് ഈ മഴവെള്ളം ഒഴുകി വന്ന് വീണ് അതിനകത്ത് നിറഞ്ഞ് അവിടെ കിടക്കും. കുറച്ച് കഴിയുമ്പോൾ അത് നീന്ന് താഴോട്ട് പോകും. നമുക്കറിയാം വെള്ളം അവിടെ കുറെ സമയം ഇങ്ങനെ കെട്ടിക്കിടക്കില്ല, ഒരു 5-6 ദിവസമൊന്നുമില്ല. മഴ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഒഴുകി പോകാതെ താഴോട്ട് തന്നെ മണ്ണിലേക്ക് തന്നെ സ്റ്റോർ ചെയ്ത് പോകും. സോ ഇറ്റ് വിൽ ഹെൽപ് ടു ഇൻക്രീസ് ദ വാട്ടർ ടേബിൾ ലെവൽ. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. The amount of water seeping into the ground has reduced because of cutting down trees and by the construction of roads and buildings. So നമ്മുടെ ടൈം ഇപ്പൊ ക്ലാസ് കട്ടാകും. നമുക്ക് അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഉണ്ട് അല്ലേ? Okay, you can rejoin. We will continue in the next class. Okay, bye. After 5 minutes we will see.